15 ദിവസമായി പാലക്കാട് ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ RSSനെ പോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലെയുള്ള സംഘടനകൾ. ആ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്തുണ വാങ്ങിക്കൊണ്ടാണ് UDF മത്സരരംഗത്തിറക്കുന്നത്. UDFനെ അവരെ തള്ളിപ്പറയാൻ കഴിയുമോ? LDFന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. ചോദിച്ച പ്രവർത്തകൻ ഒരു LDF പ്രവർത്തകനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മുഴുവൻ പറയട്ടെ വർഗീയത പറയുന്ന നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് UDFന് വേണോ വേണ്ടേ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി ചോദിച്ചാൽ മതി. നിലപാട് വളരെ കൃത്യമായിട്ട് വരും. നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ അത് പറയണം. BJPയുടെ വോട്ട് വേണ്ട. BJPയുടെ വോട്ടും വേണ്ട, BJPയുടെ വോട്ടും വേണ്ട, RSSന്റെ വോട്ടും വേണ്ട, SDPയുടെ വോട്ടും വേണ്ട. ആളെ കൊല്ലുന്ന ക്രിമിനൽ രാഷ്ട്രീയ പാർട്ടിയായ ക്രിമിനൽ രാഷ്ട്രീയ പാർട്ടിയായ CPMന്റെ വോട്ടും വേണ്ട. പക്ഷേ ഈ പറയപ്പെടുന്ന പാർട്ടികളിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിലെ 138 MLA-മാര്, അതായത് 2 സ്ഥലങ്ങളിൽ MLA-മാർ നിലവിലില്ല. ഈ 138 പേര് ഒന്നിച്ച് ഒരു പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്ത് പ്രമേയമാണെന്ന ഈ പ്രമേയത്തിൽ ഒപ്പിട്ട MLA-മാർക്ക് പോലും വ്യക്തതയുണ്ടോ? കാരണം വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയമായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിലെ സാധാരണക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമായി ചർച്ച ചെയ്തിട്ടാണോ നിങ്ങൾ ഈ പ്രമേയത്തിൽ ഒപ്പിട്ടത്? ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ആളുകളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം കേരളത്തില് ഇതിനു മുമ്പ് 140 MLA-മാരും ഒന്നിച്ചിവിടെ ഒപ്പിട്ടൊരു പ്രമേയം ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ നാസർ മദനിയെ കർണാടകത്തിലെ ജയിലിൽ നിന്നും കേരളത്തിലെ ജയിലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞൊരു പ്രമേയം ഈ 140 പേരും ഒന്നിച്ചൊപ്പിട്ടു. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ കാട്ടുമൃഗങ്ങൾ, പന്നികളും ആനകളും പോത്തുകളും ഒക്കെ ആക്രമിച്ച് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അതിനെതിരെ കേന്ദ്ര വന നിയമം ഒന്ന് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? നിയമം ഭേദഗതി ചെയ്യേണ്ട ആരാ ചേട്ടാ? ആ വന നിയമം ഭേദഗതി ചെയ്യേണ്ടത് ആരാ? അല്ല, ഒന്ന് പറയൂ. ആ വന നിയമം ആരാ ഭേദഗതി ചെയ്യേണ്ടത്? ആരാ ഭേദഗതി ചെയ്യേണ്ടത്? ആ വന നിയമം ചേട്ടാ, ഒറ്റ ചോദ്യം, വളരെ സിമ്പിൾ ആണ്. വന നിയമം ലോക്സഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷത്തിന്റെ MP-മാർ വളരെ കൃത്യമായ വന നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരാ ഭേദഗതി ചെയ്യണ്ടേ? ചേട്ടാ, വളരെ സിമ്പിൾ. ആരാ ഭേദഗതി ചെയ്യണ്ടേ? അല്ല ചേട്ടാ ചോദിക്ക, നമുക്കിതിൽ മാറ്റം ഉണ്ടാവണ്ടേ? നമുക്ക് മാറ്റം ഉണ്ടാവണ്ടേ? അല്ല, നമുക്ക് മാറ്റം ഉണ്ടാവണ്ടേ? അല്ല, ഞാനും കുടിയേറ്റ മേഖലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനും ഈ വന്യജീവി ആക്രമണത്തിന്റെ വലിയ പ്രയാസങ്ങളൊക്കെ വളരെ വ്യക്തിപരമായി അനുഭവിക്കുന്ന മനുഷ്യനാണ്. അതിനകത്ത് നമുക്കൊരു മാറ്റം വേണ്ടേ? അല്ല, നമുക്കൊരു മാറ്റം വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നതേ വളരെ സിമ്പിളാ ചേട്ടാ. നമുക്കൊക്കെ അതിനകത്തൊരു മാറ്റം വേണം. നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കണം. നമ്മുടെയൊക്കെ കൃഷി സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആരാണ് ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത്? അല്ല ചേട്ടാ, സിമ്പിളായിട്ട് ചുമ്മാ. അല്ല ചേട്ടാ, നമുക്ക് മാറ്റല്ലേ വേണ്ടേ? നമുക്ക് മാറ്റം വേണ്ടേ? ചേട്ടാ, വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറ. അല്ല ചേട്ടാ, വളരെ സിമ്പിൾ പറ. ആരാ ഭേദഗതി ചെയ്യണ്ടേ? അല്ല, ഭേദഗതി ചെയ്യേണ്ട പാർട്ടിയോടെ ചേട്ടൻ എന്താ ചോദിക്കാരുന്നേ? അല്ല, ഞാൻ ആ ചേട്ടനോടല്ലേ ചോദ്യം ചോദിച്ച ചേട്ടനല്ലേ? നിങ്ങൾ ബേജാറല്ലേ? അതെന്താ അവിടെ ചോദിക്കാൻ? ചോദിച്ച വളരെ പ്രസക്ത അല്ല, ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്താണ്. വന്യജീവി ആക്രമണം അല്ല, ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്താണ്. വന്യജീവി ആക്രമണം. എന്റെ ചോദ്യം ചേട്ടാ, വന്യജീവി ആക്രമണം, ആ വന്യജീവി നിയമം ഭേദഗതി ചെയ്യേണ്ട ആളോട്, ഭേദഗതി ചെയ്യേണ്ട രാഷ്ട്രീയ പ്രതിനിധിയോടെ എന്താ ചോദ്യം? അതിൽ പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ
മൈക്കിൽ പറ. നിങ്ങളുടെ ചോദിച്ചതിന് ആദ്യം ഉത്തരം പറയും. ഈ എംഎൽഎമാരെല്ലാം കൂടെ ക്ലാരിറ്റി വരുത്തിയതാ. എങ്ങനെ കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞല്ലോ വന്യജീവി ആക്രമണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല നമുക്ക് വന്യജീവി ആക്രമണം നമുക്ക് ഈ വന്യജീവി ആക്രമണം തീരുമാനമാക്കിയിട്ട് വരാം. അത് ചോദ്യമായിരുന്നില്ലേ? അത് ചോദ്യമായിരുന്നില്ലേ? അത് ചോദ്യമായിരുന്നില്ലേ? മറുപടി ആ ചേട്ടന്റെ ചോദ്യമായിരുന്നില്ലേ? ചേട്ടന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താ ബേജാറ്? മൈക്ക് 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 മൈക്ക്. ശരി ശരി ശരി. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം. പറയാൻ ആർജവുമില്ല, തന്റെ ഇടമില്ല. വിഷയങ്ങളെ കുറിച്ച് മറുപടി വന്യജീവിയുടെ ആക്രമണം, വർഗീയവാദികളുടെ ആക്രമണം ഒരുപോലെ വേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് അപകടങ്ങളാണ് മുമ്പിൽ. ശരി ശരി.